അപ്പോൾ നമുക്ക് എന്തായാലും ഓടിക്കാം. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന പുള്ളിയാണ് നമ്മളെ ഹെഡ് ചെയ്യുന്നത്. പുള്ളിയുടെ ബാക്കിലാണ് നമ്മളെല്ലാവരും വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡ് മിററിൽ നോക്കിയാൽ കാണാം വേഴ്സസ് 1000-ൻ്റെ ആ ഒരു ബ്യൂട്ടി, ആ ഡബിൾ ഹെഡ് ലാമ്പ്, ഒരു രക്ഷയില്ല കേട്ടോ അത് കാണാൻ. സൂപ്പർ ബൈക്സ് പലതും ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഡുവൽ ഹെഡ് ലാമ്പ് എന്നുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ മാറി വരികയാണ്. പക്ഷേ കവാസാക്കി സ്റ്റിൽ അവരുടെ പല മോഡൽസിലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്, കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഈ മിററിൽ ഇങ്ങനെ പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ശംഖുമുഖത്താണ്. സോ എല്ലാവരും തന്നെ അത്യാവശ്യം സേഫ് ഡിസ്റ്റൻസ് ഒക്കെ തമ്മിൽ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഇനിയിപ്പോൾ അടുത്ത എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഞാനിതുപോലെ മിറേഴ്സിൽ കൂടെ ഇങ്ങനെ സൂപ്പർ ബൈക്സിനെയൊക്കെ നോക്കി മീൻസ് ഫ്രണ്ട് നോക്കാതെയല്ല, ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് മിററിൽ നോക്കി ഒന്ന് എൻജോയ് ചെയ്ത് വരികയാണ്. ഓക്കെ, മിററിൽ ഒരു 1300 GS വരുന്നുണ്ട്. വാവ്, നൈസ്. നമ്മുടെ 650 റോയൽ എൻഫീൽഡ് പോകുന്നുണ്ട്. പിന്നെ ബാക്കിലൊരു ഹാർലി വരുന്നുണ്ട്. സൗണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കാം. ഓക്കെ, എൻ്റെ ചുറ്റും സൂപ്പർ ബൈക്സാണ്. സൈഡിൽ 2 GS, ബാക്കിൽ ഹാർലി, ലെഫ്റ്റിൽ കവാസാക്കി, എല്ലാവരും ഉണ്ട്. ഞാനിങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സോസ് സൗണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഐഡിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ഫീലാണ് കേട്ടോ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഈ ഒരു ബോക്സർ എഞ്ചിൻ്റെ സൗണ്ട് ഞാനിപ്പോഴാണ് ഇത് ഇത്രത്തോളം എൻജോയ് ചെയ്ത് കേൾക്കുന്നത്. അധികം സമയമൊന്നും ഞാനങ്ങനെ മുമ്പ് കേട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു എഞ്ചിൻ ഒരുപാട് ഹെൽ ലൗഡൊന്നും അല്ല, ബട്ട് സ്റ്റിൽ കൊള്ളാം, കേൾക്കാൻ കൊള്ളാം. എക്സോസ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത്തിരി സ്ട്രെച്ച് റോഡാണ്. സൂപ്പർ ബൈക്സ് ഒക്കെ ഇപ്പം പറന്നു പോകുന്നതാണ്. യെസ്, പറഞ്ഞതുപോലെ തന്നെ.